സാമ്പത്തിക ബാധ്യത ആളുകൾക്ക് വരുമ്പോൾ, അതായത് അവരേതെങ്കിലും കടം വാങ്ങി ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പണം വാങ്ങാൻ കടമെടുത്തതിന് ശേഷം അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ അവരുടെ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന സ്കോർ അങ്ങ് താഴെ പോകും. അങ്ങനെ സിബിൽ സ്കോർ താഴെ പോകുന്ന ആളുകൾക്ക് പിന്നെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ലോണൊന്നും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ബന്ധപ്പെടുന്ന വ്യവസായികളുണ്ട്, വ്യാപാരികളുണ്ട്, പലരും ഉണ്ട്, പൊതുജനങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പം ഇവർ എങ്ങനെ ഈ സ്കോർ ഉയർത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. അപ്പം ചില അവന്മാർ ഇതുപോലെ ഇതിന് വളരെ വലിയൊരു റാക്കറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരമ്പര തന്നെ അവർ 2 ഭാഗങ്ങളായിട്ട് അവർ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത് ഒരു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജെന്നി വർഗീസ് എന്ന് പറയുന്ന ഒരുത്തനാണ് എറണാകുളത്തെ ഇതിൻ്റെ സൂത്രധാരൻ. അവന് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവനാണ്. 350 കോടി രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കുകളിൽ നിന്ന്. അവൻ്റെ വസ്തു വെച്ചല്ല എടുത്തേക്കുന്നത്, വേറെ ആളുകളുടെ. ഇതെങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കോലഞ്ചേരിയിൽ ഉള്ള ഒരു സഹോദരൻ, അയാൾ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ഇതുപോലെ കടബാധ്യതയുണ്ടായി. അയാൾക്ക് ലോൺ എടുക്കണം. നോക്കിയപ്പോൾ സിബിൽ സ്കോർ വളരെ താഴെയാണ്. അതുകൊണ്ട് ബാങ്കുകാർ ലോൺ കൊടുക്കത്തില്ല. അയാൾക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനുണ്ട്, വസ്തുക്കളുണ്ട്, പക്ഷേ അതും എടുത്തുകൊണ്ട് കൊടുക്കുകയല്ല. കാരണം ഈ സിബിൽ സ്കോർ താഴെയാണ്. ഇനി ഈ സിബിൽ സ്കോർ താഴെയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് ഈ അടുത്ത സമയത്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അതെല്ലാം ബ്ലോക്ക് ചെയ്തേക്കാം നമ്പരൊക്കെ. എനിക്ക് ഒരുപാട് നമ്പറുകളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച്, സാർ അത് ഇന്നടത്തുനിന്ന് വിളിക്കുകയാണ്, സാറിന് ലോൺ തരട്ടെ, എനിക്ക് ലോൺ ആവശ്യമില്ല. മെസ്സേജുകൾ വരും, ധാരാളം മെസ്സേജുകളാണ്. എനിക്ക് ഇത്രയും അങ്ങ് അനുവദിച്ചേക്കാണെന്ന് ലോൺ, ഒരു 10 ലക്ഷം രൂപ എനിക്ക് ലോൺ അനുവദിച്ചേക്കുന്നു. ഇവനൊക്കെ ആരാ എനിക്ക് ലോൺ അനുവദിക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട്. അത് വെട്ടിക്കളയുന്നതല്ലാതെ ഞാൻ അതിന് പ്രതികരിക്കാറില്ല. ഇത് സംഭവം എന്താണെന്ന് അറിയാമോ? സിബിൽ സ്കോർ നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കാം. കടബാധ്യതയൊന്നും എനിക്കില്ല. ഇനി ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ എനിക്കൊരു മെസ്സേജ് വന്നു, താങ്കളുടെ എൻ്റെ സിബിൽ സ്കോർ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ പ്രവേശിച്ചാൽ കിട്ടുമെന്ന്. ഞാനിതൊന്നും നോക്കി. കാരണം എനിക്കൊരു ആങ്സൈറ്റി വന്നു. എനിക്ക് ഒരു എന്താണ് എൻ്റെ സിബിൽ സ്കോർ എന്നറിയാൻ എനിക്ക് ന്യായമായിട്ടും എനിക്കങ്ങ് തോന്നിപ്പോയി. അങ്ങനെ തോന്നാൻ പാടില്ല കേട്ടോ. തോന്നി. ഞാൻ പ്രവേശിച്ച് കഴിഞ്ഞോടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്. ഞാൻ എൻ്റെ അക്കൗണ്ട് വല്ലവൻ്റെ അടുത്തും പറയേണ്ട കാര്യമില്ലല്ലോ, അക്കൗണ്ട്സ് ഏതാണെന്നൊക്കെ. ഏത് ബാങ്കിലാണെന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് എന്താണെന്നറിയോ, ഏത് ബാങ്കിലാണെന്ന് യവന്മാർക്ക് അറിയാം, ഏതൊക്കെ ബാങ്കുകളിലാണ്. അതിൻ്റെ പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഊഹം വന്നു, എൻ്റെ അക്കൗണ്ട് നമ്പറാണ്. അപ്പം അതിൽ നിന്ന് അതും കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവായി. അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ അതേ ദിവസം ഇത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അന്ന് തന്നെ എനിക്കൊരു കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സിബിൽ സ്കോർ അറിയേണ്ട കാര്യമില്ലേ? ഞാൻ പറഞ്ഞു, അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല. അല്ല, അത് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കി അതിലൊന്ന് കാര്യങ്ങൾ ബാക്കിയൊന്ന് ശരിയാക്കി തന്ന. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയണ്ട എൻ്റെ സിബിൽ സ്കോർ. പിന്നെ എൻ്റെ ബാങ്കിൻ്റെ വിവരമൊക്കെ നീയൊക്കെ നിൻ്റെ ബാങ്കിൻ്റെ വിവരമൊക്കെ പോയി അന്വേഷിക്കുക. അത് അല്ലാതെ എൻ്റെ ബാങ്കിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, തീർന്നു. ഇത് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്ന് ഈ മറ്റാളുകൾ അറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ബാങ്കുകാരുടെ സഹായമില്ലാതെ അറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കോലഞ്ചേരിക്കാരൻ ഞാൻ പറഞ്ഞില്ല, ഒരാൾ, അദ്ദേഹത്തിന് സിബിൽ സ്കോർ താഴെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലോണില്ല. അദ്ദേഹത്തിന് 1 കോടി രൂപ ലോൺ എടുത്ത് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരുത്തൻ, അതായത് ഈ ജെന്നി വർഗീസിൻ്റെ ആളാണ്, നേരെ സമീപിക്കുകയാണ്. ഒരു ഏജൻറ്റ് പോയി. എന്നിട്ട് അവസാനം ഇവരുടെ മോഡസ് ഓപ്പറാൻഡിയാണ്, കുറേ പണം കൊടുക്കും. ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. കൊടുത്തിട്ട് പറയും, ഇനി ബാക്കി അത് ശരിയാക്കി തരാം, കൊളാറ്ററൽ സെക്യൂരിറ്റിയുടെ ആധാരം, അതിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ബാക്കി രേഖകൾ, അതായത് ടാക്സ് റെസീറ്റ്, ഇതെല്ലാം കൊടുക്കണം. ഇത് വലിയ വിലയുള്ള വസ്തുവാണ്. പുള്ളി ഇതെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ
വേറെ പ്രശ്നം. എന്നിട്ട് പിന്നെ ഒന്നും അനങ്ങുന്നില്ല. അന്നേരം വിളിച്ചു ചോദിക്കുമ്പം, അല്ല നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നിട്ടില്ലേ, ഒന്ന് ക്ഷമിക്ക്, അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം നിങ്ങളുടെ സ്കോർ വളരെ താഴെയാണ്, അതാണ് പ്രശ്നം. അവസാനം ഇങ്ങനെ പറഞ്ഞ് 1.5 വർഷമായി. 1.5 വർഷമായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ലെറ്റർ വരുന്നു. ഇവിടുത്തെ 2 പ്രമുഖ ബാങ്കുകളാണ് എറണാകുളത്ത്. ഒന്ന് നാഷണലൈസ്ഡ് ബാങ്കും ഒന്ന് അല്ലാത്ത ഒരു വലിയ ഷെഡ്യൂൾഡ് ബാങ്കും. അപ്പം പിന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ബാങ്കാണ് ഈ ജെന്നി വർഗീസിന്റെ ബാങ്കുകൾ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മറ്റ് വേറെ 2 ബാങ്കാണ് അവിടുന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഇത് നോട്ടീസ് എന്തെന്നറിയോ, നിങ്ങൾ 2 ബാങ്കിൽ നിന്നാണ് ഇയാൾക്ക് നോട്ടീസ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അയാൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതിൻ്റെ വിവരം അറിയുന്നത്. അയാളുടെ ഈ ആധാരം വെച്ച് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് ഇയാളെ കോബ്ലിഗൻ്റ് ആയിട്ട്, അതായത് കോബ്ലിഗൻ്റ് എന്ന് പറഞ്ഞാൽ ബോറോവറുടെ കൂടെ നിൽക്കുന്ന കോബ്ലിഗൻ്റ് എന്ന് പറയും ആള്, അതായിട്ട് വെച്ചതിന് ശേഷം, അതായത് ജാമ്യക്കാരനെ വെച്ചോടെ മേളിലോട്ട് വരും, ഇത് കോബ്ലിഗൻ്റ് ആയിട്ട് വെച്ച് ഈ 2 ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തേക്കാണ്. അതാണ് ഒരു ബാങ്കിൽ നിന്ന് 35 കോടി രൂപ, 35 കോടി രൂപയാണ് എടുത്തേക്കുന്നത്. ഇയാൾക്ക് 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് ചെയ്ത പണിയാണ്. 35 കോടി രൂപ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വേറൊരു ബാങ്കിൽ നിന്ന് 25 കോടി രൂപ, അങ്ങനെ 60 കോടി രൂപ, അത് തന്നെ 60 കോടി രൂപയാണ് അയാളുടെ ബാധ്യത വന്നേക്കുന്നത്. ഇപ്പം അയാൾ കേസായി, പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്തു. ജെന്നി വർഗീസ് എന്ന് പറയുന്ന ആളാണ് അത് പ്രതി. എന്നിട്ട് അയാൾ ഇരുന്നുകൊണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വിളിച്ച് പറയുന്ന വർത്തമാനം കേൾക്കണം. ബാങ്കുകാർക്കെല്ലാം കൈക്കൂലി കൊടുക്കും, കാശ് കൊടുക്കും. ഈ ബാങ്കുകാർക്കെല്ലാം ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്. എറണാകുളത്ത് 2 ബാങ്കുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ഇന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പറയുന്നത്. എത്ര രൂപയാണെന്നുള്ളത് അത് പോലീസിന് മൊഴി കൊടുത്തായിട്ട് അറിയുന്നു. എത്ര ആണെന്ന് നമുക്ക് അത് പറയുന്നില്ല, ചോദിച്ചപ്പോൾ അത് പറയുന്നില്ല. ബാക്കി അതൊക്കെ കണക്കൊക്കെ അയാളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതുപോലെ ചീറ്റിങ്. ഈ സിബിൽ സ്കോർ ഇല്ലാതെ ലോൺ ആർക്ക് കിട്ടുന്നില്ലോ എന്നുള്ളത് ഇവന്മാർ മനസ്സിലാക്കിയതിന് ശേഷം അവർ സമീപിക്കും. എന്നിട്ട് ഇതേപോലെ അവരുടെ ആധാരം കൈക്കലാക്കും. ഈ വിധത്തിൽ ഈ ജെന്നി വർഗീസ് 350 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് അയാൾ പറയുന്നത് എന്തറിയോ, ഏതാണ്ട് അതിൽ നിന്ന് 200 കോടി രൂപ ഇതിൻ്റെ ആളുകൾക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ടെന്ന്, പിന്നെ കുറച്ച് കൈക്കൂലിയും കൊടുത്തിട്ടുണ്ട്, ബാക്കി മാത്രമേ ഉള്ളൂ അയാൾ എടുത്തതെന്ന്. ഇത് പറയാൻ നാണമില്ലാതെ നടക്കുന്ന ഒരുത്തിനും ഒന്ന് നോക്കും. നമ്മുടെ ജനങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്ന ഈ അട്ടയെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? ജനങ്ങളാ ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് സിബിൽ സ്കോർ താഴെയാണ്, നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ ചെയ്തേക്കുന്നറിയാം? ഈ ആധാര രേഖകൾ ബാങ്കിൽ കൊണ്ടുപോയി ഈ വസ്തു ഉടമ അറിയാതെ ഇതിൻ്റെ എൻകംബർ സർട്ടിഫിക്കറ്റ് എടുക്കും, ലൊക്കേഷൻ സ്കെച്ച് എടുക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഓണറുടെ അനുവാദമില്ലാതെ, ടൈറ്റിൽ ഹോൾഡറുടെ അനുവാദമില്ലാതെ ഒന്നും കിട്ടുന്നതല്ല. ഇതെടുക്കും. എന്നിട്ട് ഇയാളെ കള്ള ഒപ്പിട്ട് അവിടെ കൊടുത്തിട്ട് കോ ഒബ്ലിഗൻ്റ് ആയിട്ട്, അതായത് വസ്തു ജാമ്യം കൊടുത്ത് ജാമ്യക്കാരനായിട്ട് കോ ഒബ്ലിഗൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓബ്ലിഗേഷനുള്ള മെയിനായിട്ടുള്ള ആളിൻ്റെ കൂടെയുള്ള കോ ഒബ്ലിഗൻ്റ് ആയിട്ട് ചേർന്ന് ഈ ലോൺ എടുക്കുക. ഇത് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. വഞ്ചിതരാകരുത് നിങ്ങൾ, ആരും കൊടുക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും. ഒരുത്തനെ ഇങ്ങനെ ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ നിങ്ങളുടെ ബാധ്യത തീർക്കാൻ ശ്രമിച്ച് അതെങ്ങനെയെങ്കിലും നോക്കിക്കോളൂ. അല്ലാതെ ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴരുത്. ഈ ജെന്നി വർഗീസുമാരെന്ന് പറയുന്നവർ ഇത് ഒരുത്തൻ എറണാകുളത്തുണ്ടെങ്കിൽ ഇതേപോലെ ഈ നാട് മുഴുവനുണ്ട്, പലയിടത്തും ഇതേപോലെ ഒരുപാട് പേരെ സമീപിച്ച വിവരം എനിക്കറിയാം. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരു വലിയ ലോൺ സംഘടിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരുത്തം വന്നു. അവസാനം എന്തായാലും അയാൾക്ക് കൂടുതൽ പോയില്ല, 10 ലക്ഷം രൂപ അങ്ങ് പോയി. ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുത്തു, പോയി. വേറൊരാളെ സമീപിച്ചു, ഇതേപോലെ ഒരു 3 കോടി രൂപ ലോൺ എടുക്കാമെന്ന് പറഞ്ഞു. അയാളടുത്ത് പൈസ ചോദിച്ചു, അയാൾ കൊടുത്തില്ല. അതുകൊണ്ട് ആ രക്ഷപ്പെട്ടു. ഈ 2 പേരുടെ കാര്യം എനിക്കറിയാം. ഏതായാലും ഈ ചതിക്കുഴികളിൽ വീഴരുത്. തട്ടിപ്പിൻ്റെ നാടായി നമ്മുടെ നാട് മാറി. യവന്മാർക്കൊന്നും യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാത്തവന്മാരാണ്. സൂക്ഷിക്കണം.